ഇറാന്റെ പ്രതികാര നടപടി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളെയാണ്. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ മാത്രം തന്നെ ഏകദേശം 2 ഇടങ്ങളിലായി തന്നെ മാരകമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. ആക്രമണത്തിലാകട്ടെ ഷെബ്ഹാൻ ഗ്യാസ് കേന്ദ്രത്തിന് തീപിടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ബഹ്റൈൻ, കുവൈറ്റ് ഉൾപ്പെടെ തന്നെ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ തന്നെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ കൂടുതലായും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ അബുദാബിയിൽ നടന്ന ആക്രമണത്തിൽ അവിടെ അജ്മാൻ മേഖലയിലാണ് കൂടുതലായി തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആക്രമണത്തിൽ ആർക്കും ഇതുവരെ പരിക്കേറ്റിട്ടില്ല എന്നതാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. അതിനിടെ തന്നെ യുഎസിന്റെ രണ്ടാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടേ എന്ന അവകാശവാദവുമായിട്ടാണ് ഇറാൻ രംഗത്ത് വന്നത്. മധ്യ ഇറാനിലാണ് വിമാനം അവിടെ വെടിവെച്ചിട്ടതെന്ന് ഇവിടെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈലറ്റ് രക്ഷപ്പെടാതിരിക്കാൻ സാധ്യതയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങളുടെ ദൃശ്യങ്ങളും മുംബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇറാൻ എക്സിൽ പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ US ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ ഇതുവരെയും നടത്തിയിട്ടില്ല. കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം പോലും ഇറാൻ അഴിച്ചുവിട്ടിരുന്നു. ഇതോടുകൂടി തന്നെ അറബ് രാജ്യങ്ങൾക്ക് മേൽ ഇത്തരത്തിൽ അയവില്ലാത്ത ആക്രമണം അത് വലിയ രീതിയിൽ നീതിക്ക് നിരക്കാത്തതായി മാറുന്നു എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. പ്രധാനമായും എണ്ണശാലകളെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തുകയും ഇതിൽ വലിയ രീതിയിൽ അവിടെ തീ പടർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മാർച്ച് 19-നും മിന അൽ അഹമ്മദി എന്ന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രതിദിനം 7,30,000 ബാരൽ എണ്ണയാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. ഇവിടെ ശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ എടുത്തു പറയേണ്ടതെന്നതാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ തീ പടരുകയും എന്നാൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി തന്നെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല സൗദിക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. 7 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ആക്രമണ ശ്രമങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ചതായും മന്ത്രാലയം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. 2 ദിവസം മുൻപ് ഇസ്രയേലിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതായി തന്നെ വ്യക്തമാക്കുന്നു. വടക്കൻ മേഖലയിലെ നഗരമായ ചില സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.